23 വർഷത്തെ ദുബായ് ജീവിതം. അപ്പോൾ ഒരുപാട് കഥ പറയാനുണ്ടാവും. തീർച്ചയായിട്ടും. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെയൊക്കെ ആരാണ് മികച്ച അധ്യാപകർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തോന്നുന്നത് ഏതെങ്കിലും ടീച്ചർ നമ്മളോടൊന്ന് പേഴ്സണലി എന്തെങ്കിലും ചോദിക്കുന്ന, നമ്മുടെ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുന്ന, നമ്മളെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കുന്ന, നമ്മളായിട്ടൊരു അടുപ്പമുള്ളൊരു ടീച്ചറല്ലേ നമുക്കിഷ്ടം. അതെ. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഏതെങ്കിലും ദിവസം, എല്ലാ ദിവസവും പിന്നെ ഞാൻ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു പാരൻറ്റും അതിൻ്റെ ഒരു കുട്ടിയും അവിടെ നിൽക്കുന്നുണ്ടാവും. കാരണം എന്താണ്, ആ കുട്ടീനെ ഞാൻ തല്ലിയിട്ടുണ്ടാവും, അടിച്ചിട്ടുണ്ടാവും, ബാറ്റ് കൊണ്ട് ഇടിച്ചിട്ടുണ്ടാവും, കോമ്പസ് വെച്ച് കുത്തിയിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലേക്ക് ഉണ്ടയാണ് ഈ വാതിലാണ്ട് ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ സാറ് വന്ന് പിടിച്ചിട്ട് സാറ് വന്ന് പോലീസിനെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. പോലീസ് എനിക്ക് അന്നേ ഭയങ്കര പേടിയാണ്. ഞാൻ ശരിക്കും കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ച് പ്രാപ്തിയും കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അറ്റൻഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് സാറിന് മനസ്സിലായി. സാർ എന്താ ചെയ്തതെന്ന് അറിയാമോ, ഏത് പരിപാടിയിലും സ്കൂളിൽ എൻ്റെ ഒരു മോണാക്ട് വെക്കും. അങ്ങനെ എന്തായി, എനിക്ക് അതിലൊരു അറ്റൻഷൻ കിട്ടിയപ്പോൾ ഞാൻ അതിൽ ഷൈൻ ചെയ്യാൻ തുടങ്ങി. നിങ്ങളെ തിങ്കിങ് പാറ്റേൺ മാറി. അബ്സല്യൂട്ട്ലി. ഒരു മനുഷ്യന് ഒരു ഫോക്കസ് മാറ്റിയാണ്. അതൊരു ഒരു ഒരു ആളുടെ നേച്ചർ സാറ് ഞാൻ പോലും അറിയാതെ മാറ്റിയെടുത്തു. പിന്നീട് എന്താണ്, ഞാൻ എൻ്റെ അറ്റൻഷൻ ഗ്യാദറിങ് പോസിറ്റീവ്, നെഗറ്റീവ് എനർജിയിൽ അറ്റൻഷൻ ഗ്യാദർ ചെയ്താൽ ഞാൻ പോസിറ്റീവ് എനർജിയിൽ അറ്റൻഷൻ ഗ്യാദർ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഈ ഒരു സംഭവം ഇപ്പോഴുള്ള അധ്യാപകർക്കും ഇപ്പോഴുള്ള പാരൻസിനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ കുട്ടികളിൽ.